ഇപ്പോൾ നടൻ മുകേഷ് അറസ്റ്റിലായിരിക്കുന്നു. നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ മുകേഷ് അറസ്റ്റിലായിരിക്കുകയാണ്. പീഡനവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അരുൺ ശങ്കർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ ശങ്കർ, മണിക്കൂറുകളായി ചോദ്യം ചെയ്യൽ നടക്കുകയായിരുന്നല്ലോ, ഒടുവിൽ ഇതിപ്പോൾ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പുറത്തേക്ക് പോയിരിക്കുകയാണ്. അതായത് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി, പക്ഷേ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ മുകേഷ് പോലീസ് ആസ്ഥാനത്ത് വേണ്ടി ചോദ്യം ചെയ്യലിന് വിധേയനായ ശേഷം പോയിരിക്കുകയാണ്. കോസ്റ്റൽ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ചോദ്യം ചെയ്യലിന് വിധേയനായ ശേഷം പോയിരിക്കുകയാണ്. അരുൺ ശങ്കർ ഒടുവിൽ പറഞ്ഞത് കൃത്യമായില്ല, ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കാമോ? ഹലോ. അതായത് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് മുകേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം മുകേഷിനെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയായി മുകേഷ് പുറത്തേക്ക് പോയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ കേസിൽ മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ഉടനെ തന്നെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശരി അരുൺ ശങ്കർ. ഇപ്പോൾ മുകേഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാനായി അരുൺ ശങ്കർ തുടരുന്നുണ്ട്. അവിടെ നിന്നും അരുൺ, ഈ പീഡന പരാതിയെ തുടർന്നാണ് നേരത്തെയും വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഇപ്പോൾ ഇനി തുടർ നടപടികൾ എന്തായിരിക്കും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടതുമായി ബന്ധപ്പെട്ട്? അരുൺ ശങ്കർ കേൾക്കാമെന്ന് കരുതുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി മുകേഷിനെ വിട്ടിരിക്കുന്നു. നേരത്തെയും ജാമ്യ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട്, വിവിധ വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് ജാമ്യത്തിൽ വിട്ടത്. ഇപ്പോഴും അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി തുടർ നടപടികൾ എന്തായിരിക്കും? ഇപ്പോൾ ഈ കേസിൽ ആദ്യമായിട്ടാണ് അന്വേഷണ സംഘം മുകേഷിനെ ചോദ്യം ചെയ്തത്. ഇന്ന് രാവിലെ 10:15 കൂടിയാണ് മുകേഷ് അഭിഭാഷകരുടെ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായത്. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുകേഷിനെ ചോദ്യം ചെയ്തത്. 10:15 മുതൽ ഏകദേശം 1:15 വരെയാണ് ചോദ്യം ചെയ്യൽ ഉണ്ടായത്. അതിനുശേഷമാണ് മുകേഷിന്റെ അറസ്റ്റ് ഈ കേസിൽ രേഖപ്പെടുത്തിയത്. അതിനുശേഷം മുകേഷിനെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. നേരത്തെ തന്നെ അഡീഷണൽ സെഷൻസ് കോടതി മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഈ ജാമ്യത്തിന് ചില വ്യവസ്ഥകളും മുന്നോട്ട് വെച്ചിരുന്നു. രാജ്യത്തിന് പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കണം എന്നുൾപ്പെടെയുള്ള വ്യവസ്ഥകളാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വ്യവസ്ഥകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് പോയിരിക്കുകയാണ്.